നവംബർ 19 1964 പോർട്ടോറിക്കോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇതെല്ലാം നടക്കുന്നത്. ആ സമയത്ത് ഒരു US നേവി ഫൈറ്റർ പൈലറ്റ് ഏകദേശം 35,000 അടി ഓൾട്ടിറ്റ്യൂഡിലൂടെ F-8 ക്രൂസേഡർ എന്ന് പറയുന്ന ഒരു എയർക്രാഫ്റ്റിലൂടെ ഇദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇത് വളരെയധികം റുട്ടീനായിട്ടുള്ള ഒരു സാധാരണ കാം ആൻഡ് ക്വയറ്റ് ഫ്ലൈറ്റ് ആയിരുന്നു. ഇവിടെ അസൈൻ ചെയ്തിരിക്കുന്ന ജോലികളെല്ലാം ഇദ്ദേഹം വളരെയധികം കൃത്യമായിട്ടും വളരെയധികം പ്രിസിഷനോടെ നടത്തി വരുന്ന ഒരു സമയം കൂടിയായിരുന്നു. ആ കാലഘട്ടത്തുള്ളതിൽ വെച്ച് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു മിസൈൽ ഡിസ്ട്രോയറിന്റെ പേരായിരുന്നു USS ഗ്യാഡ്സ്. ഈ ഒരു യുദ്ധക്കപ്പലിന്റെ മുകളിലൂടെയായിരുന്നു ഈ ഒരു ഫ്ലൈറ്റ് പറന്നു പോയിക്കൊണ്ടിരുന്നത്. ഇവിടെ ഈ യുദ്ധക്കപ്പലിൽ ഘടിപ്പിച്ചിരിക്കുന്ന റഡാറിൽ ഈ പറയുന്ന ഫ്ലൈറ്റ് മാത്രമല്ലായിരുന്നു ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതോടൊപ്പം തന്നെ വേറെന്തോ ഒരു അജ്ഞാതമായിട്ടുള്ള ഒരു സംഭവത്തെയും കൂടി അവർ കണ്ടിട്ടുണ്ടായിരുന്നു. അതും ഇവർ ട്രാക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു അജ്ഞാതമായിട്ടുള്ള സംഭവത്തിന്റെ വേഗതയായിക്കോട്ടെ ശബ്ദത്തെക്കാൾ 6 മടങ്ങ് വേഗതയാണ്. ഒരു കാര്യം നമ്മൾ എപ്പോഴും ആലോചിക്കണം, ഇത് നടക്കുന്നത് വർഷം 1964 1961 X-50 എന്ന് പറയുന്ന നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു റോക്കറ്റ് പവേർഡ് എയർക്രാഫ്റ്റ് ഉപയോഗിച്ചിട്ടാണ് മനുഷ്യന്മാർ ആദ്യമായിട്ട് ഈ ഒരു വേഗത അച്ചീവ് ചെയ്തെടുത്തത്. ഇത്രയും വേഗതയിലൂടെ അന്ന് അവർ യാത്ര ചെയ്തപ്പോൾ ആ എയർക്രാഫ്റ്റിന്റെ പുറം ഭാഗം, അതായത് അതിന്റെ ഫ്യൂസലാർജ് ഏകദേശം 1200 ഡിഗ്രി സെൽഷ്യസോളം ചൂടായിരുന്നു. എന്നാൽ 1961 മനുഷ്യര് ലിറ്ററലി ഒരു റോക്കറ്റിന്റെ സഹായത്തോടെ നേടിയെടുത്ത ആ ഒരു അച്ചീവ്മെന്റ് യാതൊരു ശബ്ദവും ഉണ്ടാക്കാതെ വളരെയധികം സൈലന്റ് ആയിട്ട് ഈ ഒരു സംഭവത്തിന് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ഞാനിപ്പോ ഈ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചിലർക്കൊക്കെ ഇത് വെറുതെ ഒരു ടെസ്റ്റിമോണി മാത്രമായി കൂടെ എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കാം. പക്ഷേ ഞാനിപ്പോ ഈ പറഞ്ഞ ഒരു കാര്യം ലേറ്റസ്റ്റ് ആയിട്ട് അമേരിക്കൻ ഗവൺമെന്റ് പുറത്തു വിട്ടിരിക്കുന്ന ഫയൽസിന്റെ അകത്തുള്ള കാര്യങ്ങളാണ്. അതും CIA ഇത്രയും വർഷങ്ങളായിട്ട് ഒളിപ്പിച്ചു വെച്ചിരുന്ന ഒരു ഫയലാണ് ശരിക്കും ഇത്. ഇതുപോലെ ഒരുപാടധികം വെൽ ഡോക്യുമെന്റഡ് ആയിട്ടുള്ള കേസുകളാണ് അമേരിക്കൻ ഗവൺമെന്റ് പുറത്തേക്ക് വിട്ടിരിക്കുന്നത്. പക്ഷെ ജനറൽ പബ്ലിക്കിന് ഇത്തരത്തിലുള്ള കഥകളോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അവർക്ക് വീഡിയോസ് കാണാനാണ് താല്പര്യം. ഈ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു ചെറിയ കാര്യം പറഞ്ഞോട്ടെ. ഏതൊരു വ്യക്തിയുടെ ജീവിതത്തിലും വളരെയധികം സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉണ്ടായിരിക്കും. ചിലപ്പോൾ അത് അദ്ദേഹത്തിന് വിവാഹമായിരിക്കാം, ഒരു കുട്ടി ജനിച്ച സമയമായിരിക്കാം, ആദ്യമായി ജോലിക്ക് കയറിയ ദിവസമായിരിക്കാം, അല്ലെങ്കിൽ ആദ്യമായി ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ഒരു സമയമായിരിക്കാം. അങ്ങനെ വിലമതിക്കാനാവാത്ത ഒരു നിമിഷം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. ആ ഒരു നിമിഷത്തെ നക്ഷത്രങ്ങളിലൂടെ പ്രിസർവ് ചെയ്യുന്ന ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ സ്റ്റാർ മാപ്പ് എന്ന് പറയുന്നത്. ഇത്തരം നിമിഷങ്ങളെല്ലാം ജീവിതകാലം മുഴുവനും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നിർമ്മിക്കുന്ന ഓരോ സ്റ്റാർ മാപ്പും അത്രയധികം കെയർഫുള്ളി ആണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരിക്കലും ആ ഒരു സംഭവത്തിന് കേടുപാടുകൾ വരരുത്. ഒരാൾക്ക് കൊടുക്കാൻ കഴിയുന്നതിൽ വെച്ച് ഏറ്റവും യുണീക്ക് ആയിട്ടുള്ളതും ഒരിടത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാരിങ്ങനെ ജസ്റ്റ് നോക്കിയിട്ട് മുഖം തിരിച്ച് പോകുന്നതിന് പകരം അതെന്താണെന്ന് ചോദിക്കത്തക്ക രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് സ്റ്റാർ മാപ്പ് എന്ന് പറയുന്നത്. അതായത് ഒരു കോൺവെർസേഷൻ സ്റ്റാർട്ടർ തന്നെയാണിത്. നിങ്ങളുടെ പേരിൽ ഒരു സ്റ്റാർ മാപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒരു സ്റ്റാർ മാപ്പ് ഈ യൂണിവേഴ്സിൽ നിങ്ങൾക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക. അത് വേറെ ആർക്കും ഉണ്ടാവില്ല. അത്രയധികം യൂണിക് 1 of 1 ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും അത്. ഇത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറുമായിട്ട് നമ്മളെ ഡയറക്ട്ലി കോൺടാക്ട് ചെയ്താൽ മതി. A to Z സപ്പോർട്ട് നമ്മൾ ആ ഒരു സംഭവത്തിന് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. 1964 വെച്ച് സംഭവിച്ച ഈ ഒരു ഇൻസിഡന്റിന്റെ കിടപ്പുവശം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു ടൈം ഫ്രെയിം എന്ന് പറയുന്നത് കോൾഡ് വാറിന്റെ ഒരു കാലഘട്ടമാണ്. അത് നടന്നിരിക്കുന്നത് പോർട്ടോറിക്കോ എന്ന് പറയുന്ന ഈ ഒരു സ്ഥലത്ത്, ഒരു സമുദ്രത്തിന്റെ മുകളിൽ വെച്ചിട്ടാണ്. ഈ ഒരു സ്ഥലമായിക്കോട്ടെ US നേവി വളരെയധികം ഇന്റൻസീവ് ആയിട്ടുള്ള വെപ്പൺസും അതേപോലുള്ള പല പല കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടിയായിരുന്നു. അതിന്റെ ഒരു ഭാഗമാണ് ഇവർ പറന്നുകൊണ്ടിരുന്ന ആ ഒരു വിമാനത്തിന്റെ അടിയിലൂടെ ഇങ്ങനെ പൊക്കൊണ്ടിരുന്ന USS ഗ്യാഡ്സ് എന്ന് പറയുന്ന ഈ ഒരു യുദ്ധക്കപ്പലും താഴെ പൊക്കൊണ്ടിരുന്നത്. അങ്ങനെ ആ ദിവസം ഇവർ നടത്തി വന്ന ഒരു റുട്ടീൻ ചെക്കപ്പിനിടയിലാണ് എന്തോ അജ്ഞാതമായിട്ടുള്ള ഒരു സംഭവത്തെ അവർ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റഡാറിൽ പിടിക്കുന്നത്. ഇത്രയും വർഷങ്ങൾക്ക് മുന്നേ ഒരു റോക്കറ്റിന്റെ സഹായമില്ലാതെ ഇത്രയും വേഗതയിലൂടെ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവത്തെയും ഇവർ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ ആദ്യമായിട്ട് ഡിറ്റക്ട് ചെയ്തപ്പോൾ ഇതെന്തെങ്കിലും ഒരു ഫോൾസ് ഡിറ്റക്ഷൻ ആയിരിക്കുമെന്നാണ് ഇവർ ആദ്യം വിചാരിച്ചത്. പക്ഷേ അതങ്ങനെയല്ലായിരുന്നു. പിന്നീട് നടന്ന കാര്യങ്ങൾ വളരെയധികം രസകരമായിരുന്നു. ഇത്ര അധികം വേഗതയിലൂടെ പോയിരുന്ന ആ ഒരു അജ്ഞാതമായിട്ടുള്ള ഒരു സംഭവം പെട്ടെന്ന് ബ്രേക്ക് ഇടുന്ന പോലെയായിരുന്നു. അതിങ്ങനെ പെട്ടെന്ന് സ്ലോ ആക്കി. എന്നിട്ട് ഈ പറയുന്ന ആ ഒരു എയർക്രാഫ്റ്റിന്റെ അടുത്തൂടെ, അല്ലെങ്കിൽ ആ എയർക്രാഫ്റ്റ് സഞ്ചരിച്ചിരുന്ന അതേ വേഗതയിലൂടെ തന്നെ ഇങ്ങനെ യാത്ര ചെയ്യാൻ തുടങ്ങി. അതും ഈ എയർഫോഴ്സ് പൈലറ്റ് ഈ ഒരു സംഭവത്തെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കാണുന്നുണ്ട്. നിങ്ങൾ വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം. ഇദ്ദേഹത്തിന്റെ സ്ഥാനത്ത് ഞാനോ നിങ്ങളോ ആണെന്നുണ്ടെങ്കിൽ
അതായത് 35,000 അടി ഓൾട്ടിറ്റ്യൂഡിൽ ഇങ്ങനെ പറന്നു പോകുന്ന ഒരു വിമാനത്തിന്റെ അടുത്തൂടെ മാർക്ക് 6 സ്പീഡിൽ പൊക്കോണ്ടിരുന്ന എന്തോ ഒരു സാധനം പെട്ടെന്ന് സ്ലോ ആയിട്ട് ഇത് നമ്മുടെ അടുത്തേക്ക് ഇങ്ങനെ വന്ന് നിൽക്കുന്ന ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതും 1964. സ്കേറി എന്ന് പറഞ്ഞാൽ വളരെയധികം ഭയാനകമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആയിരിക്കും അത്. എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അതും ഇത് കോൾഡ് വാറിന്റെ ഒരു കാലഘട്ടം കൂടിയാണ്. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തിന്റെ പേടിയെല്ലാം പയ്യെ പയ്യെ പോയി കുറച്ചൊക്കെ ധൈര്യം വന്നു തുടങ്ങി. എന്നിട്ട് ഇദ്ദേഹം ഈ ഒരു സംഭവത്തെ ഫോളോ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. പിന്നീട് ഇദ്ദേഹം ഈ ഒരു സംഭവത്തിന്റെ പുറകിൽ വന്ന് നിൽക്കുകയും എന്നിട്ട് അദ്ദേഹത്തിന്റെ ജെറ്റിലുള്ള ആഫ്റ്റർ ബേർണറും കാര്യങ്ങളെല്ലാം ഇങ്ങനെ മാക്സിമം ത്രോട്ടിൽ ഓപ്പൺ ചെയ്തു. അതായത് എങ്ങനെയെങ്കിലും ഈ ഒരു സംഭവത്തെ പിടിക്കണം, അല്ലെങ്കിൽ എന്താണ് ഈ സംഭവത്തിന്റെ ഉദ്ദേശം എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നീട് എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ ഇദ്ദേഹം വേഗതയിലൂടെ ഈ ഒരു സംഭവത്തെ അപ്രോച്ച് ചെയ്യുന്നുണ്ടെന്ന് ഈ ഒരു സംഭവത്തിന് മനസ്സിലായതുകൊണ്ടാണോന്ന് അറിയില്ല, ഈ ഒരു സംഭവം 20 ഡിഗ്രി മുകളിലേക്ക് ഇങ്ങനെ പിച്ച് ചെയ്തു. എന്നിട്ട് സൂപ്പർസോണിക്കോ ഹൈപ്പർസോണിക്കോ എന്തോ സ്പീഡിൽ ആകാശത്തേക്ക് ഒരൊറ്റ പോക്കാണ്. പിന്നെ അത് എങ്ങോട്ട് പോയെന്ന് ഇദ്ദേഹം കണ്ടിട്ടില്ല. ഈ സംഭവത്തെ സമുദ്രത്തിലുള്ള USS ഗാഡ്സ് എന്ന് പറയുന്ന ഒരു യുദ്ധക്കപ്പലായിക്കോട്ടെ ഏകദേശം 21 മിനിറ്റോളം സ്റ്റേറ്റ് ഓഫ് ദി ആർട്ട് റഡാറിലൂടെ ഈ ഒരു സംഭവത്തിന്റെ ലോക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിന്റെ ഡാറ്റ മുഴുവനും കളക്റ്റും ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നീട് റൂസ്വെൽ റോഡ്സ് നേവൽ എയർ സ്റ്റേഷനിലേക്ക് ഈ ഒരു വിമാനം ലാൻഡ് ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുന്നു. അതിനുവേണ്ടി വിമാനം ആ ഒരു സ്ഥലത്തേക്ക് ഡയറക്ഷൻ തിരിച്ചേ പിന്നെ ഈ ഒരു സംഗതി, ആ ഒരു അജ്ഞാതമായിട്ടുള്ള ഒരു സംഭവം ഈ വിമാനത്തിന്റെ പുറയിലൂടെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല. ഒന്നാമത്തെ കാര്യം, ഇത് വന്നിരിക്കുന്നത് CIA-യിൽ നിന്നാണ്. അതായത് അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ആണ് ശരിക്കും ഇത്. അപ്പോൾ ഇതൊക്കെ ഒരു മിലിറ്ററി എയർ സ്പേസിലാണ് നടക്കുന്നതെന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ ആലോചിക്കണം. എന്തോ ഭാഗ്യത്തിന് ഈ പൈലറ്റിന് യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളോ സംഭവിച്ചില്ല. അദ്ദേഹം സേഫ് ആയിട്ട് തന്നെ ഈ എയർ സ്പേസിൽ ഒന്ന് ലാൻഡ് ചെയ്യുന്നു. പിന്നീട് ഇദ്ദേഹം കണ്ടതും ഇദ്ദേഹം എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളെ കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ടെസ്റ്റിമോണി ഇദ്ദേഹം കൊടുക്കുന്നു. ഇദ്ദേഹം കൊടുത്തിരിക്കുന്ന ടെസ്റ്റിമോണിയിലൂടെയാണ് ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം ആൾക്കാർ അറിയുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ ഒരു ഡെൽറ്റ ഷേപ്പ്, അതായത് ഒരു ട്രയാങ്കിൾ ഷേപ്പുള്ള ഒരു പറക്കുനളി തന്നെയാണ് ശരിക്കും ഇദ്ദേഹം കണ്ടത്. ഏകദേശം ഒരു ഫൈറ്റർ ജെറ്റിന്റെ വലിപ്പമുള്ള ഒരു സംഭവമാണ് ഇത് എന്നുള്ളൊരു കാര്യം കൂടി ഇദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ ഈ ഒരു സംഭവത്തെ കണ്ടിരിക്കുന്നത് ഒരു ഹൈലി ട്രെയിൻഡ് ഹൈലി സ്കിൽഡുമായിട്ടുള്ള ഒരു എയർഫോഴ്സ് പൈലറ്റ് ആണ്. അതുകൊണ്ട് തന്നെ ആകാശത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നതിനെ പറ്റിയിട്ട് ഒരു മിനിമം ഗ്രാഹ്യം ഇദ്ദേഹത്തിന് ഉണ്ടാവും. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അറ്റ്ലാന്റിക് ഫ്ലീറ്റ് വെപ്പൺസ് റേഞ്ച് എന്ന് പറയുന്ന ഒരു യുദ്ധക്കപ്പൽ ഉണ്ടായിരുന്നു. അതും ഇതേപോലെ തന്നെ ഒരു ഹൈ സ്പീഡ് ടാർഗറ്റിനെ ട്രാക്ക് ചെയ്യുന്നു. ഈ ഒരു അജ്ഞാതമായിട്ടുള്ള ടാർഗറ്റ് ആണെന്നുണ്ടെങ്കിലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ മുകളിലേക്ക് നേരെ ടിൽറ്റ് ചെയ്യുന്നു, വളരെയധികം സ്പീഡിൽ ആക്സിലറേറ്റ് ചെയ്ത് എങ്ങോട്ടോ മാഞ്ഞു പോകുന്നു. ഇതെല്ലാം നടക്കുന്നത് കോൾഡ് വാറിന്റെ കാലഘട്ടത്തായതുകൊണ്ടും ഇതൊരു മിലിറ്ററി എയർ സ്പേസിലായതുകൊണ്ടും തന്നെ ഇവിടുത്തെ നാഷണൽ ഇന്റലിജൻസ് ആയിക്കോട്ടെ, CIA ആയിക്കോട്ടെ, ഇവിടെയുള്ള എല്ലാ ആൾക്കാരും വളരെയധികം അലേർട്ടായിരുന്നു. ഇത് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ത്രെട്ട് ആയിരിക്കുമോ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അപകടം ഇത് ഉണ്ടാക്കുമോ, അല്ലെങ്കിൽ ഒരു എനിമി എയർക്രാഫ്റ്റ് ആയിരിക്കുമോ, ഒരു കാര്യവും ഇവർക്ക് ആർക്കും തന്നെ മനസ്സിലാവുന്നില്ല. പിന്നീട് ഈ ഒരു സംഭവത്തെ ഇവർ കാണുകയാണെങ്കിൽ അതിന്റെ വീഡിയോ ക്യാപ്ചർ ചെയ്യുന്നതിന് വേണ്ടി ഒരു മോഷൻ ക്യാമറയും USS ഗാഡ്സ് എന്ന് പറയുന്ന ഈ ഒരു യുദ്ധക്കപ്പലിൽ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആ അജ്ഞാതമായിട്ടുള്ള സംഭവത്തിന്റെ ഒരു മോഷൻ പിക്ചർ, അതായത് ഒരു വീഡിയോ അവർക്ക് ക്യാപ്ചർ ചെയ്യാൻ പറ്റി. ഈ ഒരു സമയം കൊണ്ട് ഇവരുടെ കയ്യിൽ ഈ അജ്ഞാതമായിട്ടുള്ള ഒരു സംഭവത്തിന്റെ വീഡിയോ ഉണ്ട്, റഡാർ ഡേറ്റ ഉണ്ട്, ഒരു എക്സ്പേർട്ട് പൈലറ്റിന്റെ ഫസ്റ്റ് ഹാൻഡ് ഒപ്പീനിയൻ, അതായത് ടെസ്റ്റിമോണി ഉണ്ട്. ആവശ്യത്തിനധികം ഡാറ്റ കളക്ട് ചെയ്തതിനു ശേഷം US മിലിറ്ററി ഈ ഒരു സംഭവം അയക്കുന്നത് CIA-യുടെ അടുത്തേക്കാണ്. സംഭവം വേറൊന്നല്ല, US മിലിറ്ററിക്ക് അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള മിഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം CIA ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. 1960-കളിൽ US ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു പ്രൊജക്റ്റ് ആയിരുന്നു പ്രോജക്ട് ഓക്സ് കാർട്ട്. ഈ ടോപ്പ് സീക്രട്ട് പ്രൊജക്ടിന്റെ ഭാഗമായി അവർ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വിമാനത്തിന്റെ പേരാണ് YF-12A എന്ന് പറയുന്ന നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു സംഭവം. നിങ്ങളിപ്പോ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ അതൊരു ഡെൽറ്റ ഷേപ്പ് അല്ലെങ്കിൽ ഒരു ട്രയാങ്കുലർ ഷേപ്പിലുള്ള ഒരു സംഭവമാണ്. ഇനിയിപ്പോ അഥവാ ഇവർ കണ്ടിരിക്കുന്നത് ഈ ഒരു സംഭവത്തെയാണോ എന്നുള്ളൊരു സംശയം ചിലവർക്കൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷേ ഈ ഒരു സംഭവത്തിന്റെ ടോപ്പ് സ്പീഡ് എന്ന് പറയുന്നത്, മാക്സിമം അച്ചീവബിൾ സ്പീഡ് എന്ന് പറയുന്നത് Mach 3 ആണ്. അതായത് 3 times സ്പീഡ് ഓഫ് സൗണ്ട് മാത്രമാണ്. പക്ഷേ ഇവർ കണ്ടിരുന്ന ഒരു സംഭവത്തിന്റെ വേഗത ഇതിന്റെ ഡബിൾ ആണ്. അതും YF-12A എന്ന് പറയുന്ന ഈ ഒരു എയർക്രാഫ്റ്റിൽ Mach 3 സ്പീഡ് അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാടധികം പ്രൊപ്പൽഷൻ ഉപയോഗിക്കുന്നുണ്ട്. ആ ഒരു പ്രൊപ്പൽഷൻ കാരണം വളരെയധികം ശബ്ദം ഇത് പുറപ്പെടുവിക്കുന്നുണ്ട്. പക്ഷേ ഇത്തരം ക്യാരക്ടറിസ്റ്റിക്കുകളൊന്നും
ഇവർ കണ്ടിരിക്കുന്ന ആ ഒരു സംഭവത്തിന് ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ അഥവാ US നേവി അറിയാതെ എന്തെങ്കിലും ഒരു ടോപ്പ് സീക്രട്ട് മിഷൻ അല്ലെങ്കിൽ ഒരു എയർക്രാഫ്റ്റ് ഈ ഒരു എയർ സ്പേസിൽ കൂടെ പറന്ന് പോകുന്നുണ്ടോ എന്ന് CIA അന്വേഷിച്ച് നോക്കിയതാണ്. അതിലൂടെ അവർക്ക് കിട്ടിയത് ഈ ഒരു എയർക്രാഫ്റ്റിന്റെ ഡീറ്റെയിൽ മാത്രമാണ്. പക്ഷേ ആ ഒരു സമയത്ത് ഈ ഒരു എയർക്രാഫ്റ്റ് പോർട്ടോറിക്കോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല. അതിന്റെ അർത്ഥം ഇവർ കണ്ടിരിക്കുന്നത് ഈ ഒരു എയർക്രാഫ്റ്റിനെ അല്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞത് എൻ്റെ ഒരു ഇൻവെസ്റ്റിഗേഷൻ അല്ല, CIA ഒഫീഷ്യലി പുറത്തുവിട്ട ഒരു റിപ്പോർട്ടാണ്. അപ്പൊ ഇത് എന്തായിരിക്കും എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും നിൽക്കുന്നുണ്ട്. 2 ഓപ്ഷൻസ് ആണുള്ളത്. ഒന്ന്, ഇത് ഒരു സോവിയറ്റ് യൂണിയന്റെ ഒരു ടോപ്പ് സീക്രട്ട് ആയിട്ടുള്ള മിഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഇത് നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പോൾ സുപരിചിതമായിട്ടുള്ള UFO ആയിരിക്കാം. നമ്മളെല്ലാവരും ജീവിച്ചു വരുന്ന ഈ ചെറിയ ലോകത്ത് നമ്മൾ അറിയാൻ പാടില്ലാത്ത എന്തൊക്കെ കാര്യങ്ങളുണ്ടെന്ന് കേട്ട് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ നമ്മൾക്ക് ആർക്കും ഉറക്കം വരില്ല. അപ്പോ ഇതാണ് ശരിക്കും സംഭവം. ഇനി ഇതെന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ചെറുതായിട്ട് ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് നോക്കാം. നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു സംഭവത്തിനെ പറ്റിയിട്ടുള്ള എല്ലാ ഡാറ്റയും ഇൻഫർമേഷനും എല്ലാം ഇവർ ആദ്യമായിട്ട് കൈമാറിയത് CIA അടുത്തേക്കാണ്. അതായത് അവർക്ക് എന്തെങ്കിലും അറിയാമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ CIA കൊടുത്തുവിട്ട റിപ്പോർട്ടുകളിലൂടെ ആയിക്കോട്ടെ, ആ ഒരു സമയത്ത് പോർട്ടോറിക്കോയിൽ ഇവർക്കറിയാവുന്ന ഒരു തരത്തിലുള്ള എയർക്രാഫ്റ്റും ഇല്ല എന്നുള്ളതാണ്. അതായത് ഇത്ര സ്പീഡിൽ പോകുന്ന ഒരു സംഭവമേ ആ ഒരു സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ആ ഒരു സമയത്ത് വേറൊരു അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റുകളെ കണ്ടെത്തിയിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി CIA ഉറപ്പ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ CIA വേറൊരു പോസിബിലിറ്റിയും കൂടി പറയുന്നുണ്ട്. ഇവിടെ ഈ റഡാർ ഡേറ്റ കളക്ട് ചെയ്തിരിക്കുന്നത് ആ കാലത്ത് ഈ ലോകത്തിലെ ഏറ്റവും ടോപ്പിൽ കിടക്കുന്ന ടെക്നോളജിക്കൽ പിനക്കിളിൽ കിടക്കുന്ന ഒരു റഡാർ സിസ്റ്റത്തിലൂടെയാണ്. അപ്പോൾ അതിന് എന്തെങ്കിലും ഒരു എറർ സംഭവിച്ചത് കൊണ്ടായിരിക്കാം Mach 6 സ്പീഡ് ഇത്രയും വേഗത്തിലൂടെ പോകുന്നതായിട്ട് ഇത് കണ്ടത് എന്നുള്ളൊരു കാര്യം കൂടി ഇവിടെ പറയുന്നുണ്ട്. ഇതൊരു പോസിബിലിറ്റി മാത്രമാണ്. അതേ സമയത്ത് വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഇവിടെ ഒരു പൈലറ്റ് അദ്ദേഹത്തിന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ട ഒരു കാര്യം കൂടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ CIA വേറൊരു കൺക്ലൂഷനുമായിട്ട് പുറത്തേക്ക് വരുന്നു. ക്യൂബയിൽ ബേസ് ചെയ്തിട്ടുള്ള സോവിയറ്റ് യൂണിയന്റെ MiG-21 എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു എയർക്രാഫ്റ്റ് ആയിരിക്കാം എന്നുള്ളൊരു കാര്യമാണ് CIA ഒരു പോസിബിലിറ്റി ആയിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുവരുന്നത്. ഇങ്ങനെ ഒരു കൺക്ലൂഷൻ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പോസിബിലിറ്റിയിലേക്ക് CIA വരാനുള്ളതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ, ഇതൊരു കോൾഡ് വാർ കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഇതേപോലുള്ള ഒരുപാടധികം റഡാർ സിസ്റ്റംസും നിറച്ച് റഡാറും കാര്യങ്ങളൊക്കെ ആക്റ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ എയർ സ്പേസിൽ എന്തെങ്കിലും ഒരു ടാർഗറ്റിനെ കാണുകയാണെങ്കിൽ, എന്തെങ്കിലും ഒരു സംഭവത്തെ കാണുകയാണെങ്കിൽ അതിനെ ക്യാപ്ചർ ചെയ്യാനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ്. ഒന്നിലധികം ഫെസിലിറ്റീസ് ക്യാപ്ചർ ചെയ്യും. പക്ഷേ ഇതേ സമയത്ത് ഇതേപോലുള്ള അൺഐഡന്റിഫൈഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ ഇവർ ക്യാപ്ചർ ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് CIA ഇങ്ങനത്തെ ഒരു കൺക്ലൂഷനിലേക്ക് വരുന്നത്. അതായത് മറ്റുള്ള UFOനെ ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളത്. അപ്പോൾ UFOനെ കണ്ടിട്ടില്ലാതാലും ഇവരൊരു സംഭവത്തെ കണ്ണുകൊണ്ട് കാണുക കൂടി ചെയ്തു, അതിന് വീഡിയോസ് അടക്കം എടുത്തു. അതുകൊണ്ടാണ് മിക്കവാറും ഇത് ഈ പറയുന്ന പോലെ ഒരു സോവിയറ്റ് യൂണിയന്റെ എയർക്രാഫ്റ്റ് ആയിരിക്കാം എന്നുള്ളൊരു കൺക്ലൂഷനുമായിട്ട് ഇവർ വരുന്നത്. ഇവിടെ ഈ ഒരു സംഭവത്തെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടിരിക്കുന്നത് ഈ ഫൈറ്റർ പൈലറ്റ് മാത്രമായിരുന്നു. അദ്ദേഹത്തിന് മാത്രമാണ് ഈ ഒരു സംഗതി എന്താണെന്നുള്ളത് മനസ്സിലായിട്ടുള്ളൂ. കുറച്ച് നാളുകൾക്ക് മുന്നേ ഞാനൊരു വീഡിയോയിലൂടെ ഒരു കഥ പറഞ്ഞായിരുന്നു. ഈ ലോകത്തിലുള്ള ഒരു 10-200 സയന്റിസ്റ്റുമാരെ ഒരു പാടത്ത് കൊണ്ട് നിർത്തിയെന്ന് വിചാരിക്കാം. ഇവരുടെ കൈവശം ഫോണില്ല, മൈക്കില്ല, യാതൊരു ടെക്നോളജി ഇല്ല, പേപ്പറില്ല, പേനില്ല, ഒന്നുമില്ല. ഒരു വെറുതെ ഒരു പാടത്ത് വന്ന് നിൽക്കുക എന്ന് വിചാരിക്കാം. പെട്ടെന്ന് ഇതേപോലുള്ള ഒരു പറക്കുന്നടിയെ ഇവരുടെ മുന്നിൽ വന്ന് ലാൻഡ് ചെയ്തു എന്ന് നിങ്ങൾ വിചാരിക്കാം. ഓക്കെ, എന്നിട്ട് ആ ഒരു സംഭവം എങ്ങോട്ടോ ഭയങ്കര സ്പീഡിലേക്ക് ഇങ്ങനെ പറന്നു പോയെന്ന് വിചാരിക്കും. ഇവിടെ ഈ ഒരു സംഭവത്തെ കണ്ടിരിക്കുന്നത് ഈ ലോകത്തിലെ ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യപ്പെടുന്ന സയന്റിസ്റ്റുമാരുടെ മുന്നിൽ വെച്ചിട്ടാണ്. പക്ഷേ അവർക്ക് ഈ ഒരു സംഭവത്തിന്റെ എക്സിസ്റ്റൻസ് പ്രൂവ് ചെയ്യാൻ കഴിയില്ല. അതായത് ഈ ഒരു സംഭവത്തിന്റെ ശാസ്ത്രീയപരമായി ഈ ഒരു സംഭവത്തെ കണ്ടിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ഇവർക്ക് ഒരു കാലത്തും പ്രൂവ് ചെയ്യാൻ, തെളിയിക്കാൻ കഴിയില്ല. അതിന്റെ കാരണം ശാസ്ത്രത്തിന് വേണ്ടത് ഒരു ഫിസിക്കൽ എവിഡൻസ് ആണ്. അത് കിട്ടാത്തടത്തോളം കാലം ശാസ്ത്രം ഇതിനെ ഒരു ഹൈപ്പോത്തസിസെന്നോ അല്ലെങ്കിൽ ഒരു മാസ് ഹിസ്റ്റീരിയാന്നോ അല്ലെങ്കിൽ ഇവർക്ക് വെറുതെ തോന്നിയതാണെന്നോ അല്ലെങ്കിൽ ഇത് വേറെ എന്തെങ്കിലും ആയിരിക്കുമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞ് ഒഴിവാക്കാൻ ശ്രമിക്കും. അതേ ട്രെൻഡ് തന്നെയാണ് ശാസ്ത്രീയപരമായിട്ട് ഈ ഒരു സംഭവത്തേക്ക് അപ്രോച്ച് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. ഇതേ സംഭവം തന്നെയാണ് ഈ ഒരു സംഭവത്തെ നേരിട്ട് വിറ്റ്നസ് ചെയ്തിട്ടുള്ള മിലിറ്ററിയിലത്തെ ടോപ്പ് റാങ്കിലൊക്കെ കിടക്കുന്ന ഒരു ഫൈറ്റർ പൈലറ്റും ആ ഒരു കാലഘട്ടത്തെ എക്സ്പീരിയൻസ് ചെയ്തത്. അതായത് അദ്ദേഹത്തിന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടിരിക്കുന്ന ആ ഒരു സംഭവം കേവലം ഒരു എയർക്രാഫ്റ്റ് ആയിരിക്കാം എന്ന് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയും കൂടിയാണ് അവിടെ വന്നിരിക്കുന്നത്. UFO എന്ന് പറയുന്ന ഒരു സംഭവത്തിന്റെ ശാസ്ത്രീയപരമായിട്ടുള്ള സൈഡ് ശരിക്കും ഇങ്ങനെയാണ്. ഇവർക്ക് എന്തെങ്കിലും ഈ ഒരു സംഭവത്തിന്റെ ഒരു ഫിസിക്കൽ എവിഡൻസ് കിട്ടിക്കഴിഞ്ഞാൽ ഇവരെല്ലാവരും ഓക്കെ UFO ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ കൺഫേം ചെയ്യും.
പക്ഷെ അതോർത്ത് നമ്മളെല്ലാവരും ഈ കണ്ടുകൊണ്ടിരിക്കുന്നതും പല പല ആൾക്കാർക്ക് എക്സ്പീരിയൻസ് കിട്ടുന്ന കാര്യങ്ങളൊക്കെ ഫേക്ക് ആണെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെയധികം മണ്ടത്തരം, വളരെയധികം ബാലിശമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. UFO എന്നുള്ളൊരു സംഭവത്തിൽ ഞാൻ വിശ്വസിച്ച് തുടങ്ങിയത് ശാസ്ത്രം ഇത്തരത്തിലുള്ള സംഭവങ്ങളെ പലതരത്തിലുള്ള ന്യായങ്ങൾ പറഞ്ഞ് ഒഴിവാക്കാൻ തുടങ്ങിയപ്പോഴാണ്, ഒഴിവാക്കുന്നത് കണ്ടപ്പോഴാണ്. നിങ്ങൾ UFOയിൽ വിശ്വസിക്കുന്നുണ്ടോ? നമ്മൾക്ക് അറിയാൻ പാടില്ലാത്ത എന്തെങ്കിലും ഒരു സംഭവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ഒരു കാര്യം, ഒരു ഫീലിംഗ് നിങ്ങൾക്കുണ്ടോ? കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നല്ലൊരു ടോപ്പിക് ആയിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.